നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വ്യാപകമാവുകയാണ്. അതിന് പ്രായവ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല, പ്രാദേശികതയില്ല. എല്ലാവരിലും ഇത് രൂഢമൂലമാകുന്നു. പലരുടെയും ചോദ്യം ഇതാണ്: ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സാത്വികമായ ഒരു ജീവിത രീതിയും ആഹാര രീതിയും ഒക്കെയാണ് അവലംബിച്ചത്. എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെ ഒരു വയ്യാവേലി? ഇത് നമ്മൾ കുറെ കൂടി രൂഢമൂലമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അക്യൂട്ട് ഡിസീസുകൾ, അതായത് ക്ഷിപ്രമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ആ ഡിസീസ് നമ്മളെ വിട്ടുപോകുന്നതും വിടാതെ പിന്തുടരുന്നതും. ഇത്തരം അസുഖങ്ങൾ അൺഎത്തിക്കലായിട്ട് നൈതികതയില്ലാതെ ചികിത്സിക്കുമ്പോൾ നടക്കുന്ന സംഗതി എന്തെന്ന് വെച്ചാൽ രോഗിക്ക് സമാശ്വാസം തോന്നിയെന്നിരിക്കും. അതായത് രോഗി ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് അവതരിപ്പിക്കുന്നത് ഒരു ഡീപ്പ് റൂട്ടഡ് ഡിസീസിന്റെ എക്സാസർബേഷൻസ് ആണ്, അതിന്റെ ഉപരിപ്ലവമായ പ്രശ്നങ്ങളാണ്. അതായത് ഒരു ജലദോഷപ്പനിയാണെങ്കിൽ തുമ്മല്, മൂക്കൊലിപ്പ്, ചുമ, കണ്ണ് ചൊറിച്ചില്, തലവേദന ഇത്യാദി വിഷയങ്ങൾ ഇങ്ങനെ രോഗി പറഞ്ഞുകൊണ്ടിരിക്കും. ഡോക്ടർ ഈ അസുഖങ്ങളെല്ലാം മാസ്ക് ചെയ്യാനുള്ള, മറച്ചു പിടിക്കാനുള്ള ഡ്രഗുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടുവരിക്കും. ഇത്തരുണത്തിൽ ഡിസീസ് സപ്രസ്ഡ് ആവുകയും അത് പ്രാഥമിക തലത്തിൽ തന്നെ തുടരുകയും പലതവണ വീണ്ടും ബോഡി ഈ ഡെബ്രിസിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ നൈതികതയില്ലാത്ത പ്രവണത ആവർത്തിക്കപ്പെടുകയും രോഗം പ്രാഥമിക തലത്തിൽ നിന്ന് ദ്വിതീയ തലത്തിലേക്ക് മാറുകയും ചെയ്യും. ദ്വിതീയ തലത്തിൽ വരുന്ന രോഗം ഒരുപക്ഷെ ആദ്യത്തെ രോഗം പ്രകടിപ്പിച്ച ലക്ഷണ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു അസുഖമായിരിക്കും രോഗിയും അഡ്രസ് ചെയ്യുന്നത്. ഇതിനെയും ഇത്തരം ചികിത്സാ രീതികൾ തന്നെ അനുവർത്തിക്കുമ്പോൾ, നേരിടാനായി സ്വീകരിക്കുമ്പോൾ, അത് പലതവണ ആവർത്തിക്കപ്പെടുമ്പോൾ ദ്വിതീയ തലത്തിൽ നിന്ന് ഇത് തൃതീയ തലത്തിലേക്ക് മാറും. ഈ ഓരോ തലത്തിലേക്ക് മാറുമ്പോഴും അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കും. പ്രയോഗിക്കപ്പെടുന്ന ഡ്രഗുകളുടെ പാർശ്വഫലങ്ങളും അവയുടെ ഗാഢതയും അതിനാനുപാതികമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരണത്തിൽ പലതവണ തൃതീയ തലത്തിൽ രോഗം അമർത്തി ഉള്ള ചികിത്സ അവലംബിക്കുമ്പോൾ രോഗം ചികിത്സയ്ക്ക് വഴങ്ങാത്ത ഇൻക്യൂറബിൾ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്, അതിൽ പ്രമുഖ സ്ഥാനത്തുള്ള സംഭവമാണ് ഈ ക്യാൻസറസ് ഡിസീസ്. ഇതുപോലെ തന്നെ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. ഇത് ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ നിമിഷവും ക്യാൻസറസ് കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ അനുനിമിഷം നമ്മുടെ ടി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ CD4, CD8 എന്നൊക്കെ ഉള്ള ഗ്രൂപ്പുകളിലുള്ള ലിംഫോസൈറ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസ് നശിപ്പിക്കപ്പെടുന്നുണ്ട്. അവ ഇത്തരത്തിൽ ഒരു നശീകരണം ക്യാൻസർ സെല്ലുകളുടെ മേൽ കൈയുടെ ക്ഷിപ്രമായി അവസരോചിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾ ആരും ക്യാൻസർ ബാധ ഉള്ളവരായി മാറുന്നില്ല. പക്ഷേ ഇത്തരം അൺഎത്തിക്കലായിട്ടുള്ള നൈതികതയില്ലാത്ത ചികിത്സാ രീതികൾ അവലംബിക്കുമ്പോൾ അവ കൈവിട്ട കളിയായി മാറുന്നു. അണുഅധിഷ്ഠിതമായ ചികിത്സയ്ക്കുപരി ഒരു മൈക്രോ എക്കോളജിയിൽ അടിസ്ഥാനമായ ജീവൻ, മനസ്സ് എന്നിവയിലൊക്കെ ഊന്നി ഉള്ള ചിന്ത ഇത്തരം രോഗങ്ങളുടെ ശാശ്വതമായ പരിഹാരത്തിന് അത്യാവശ്യമാണ്. നിർഭാഗ്യകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചികിത്സാ രീതികളെ ആൾക്കാർ സമീപിക്കുന്നത് അസുഖം ഇൻക്യൂറബിൾ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിട്ടാണ്. അപ്പോഴും ഒരു 50% ക്യൂർ, രോഗവിമുക്തി പ്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അതിശയകരമെന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പ്രാഥമിക തലത്തിലെ രോഗം പ്രാഥമിക തലത്തിൽ തന്നെ ശാശ്വതമായി പരിഹരിക്കുന്നതിനായിട്ട് ഈ മൈൻഡ്, ലൈഫ്, ഡൈനമിക് കൺസെപ്റ്റ് ഓഫ് ഡിസീസ് എന്നിവയിലൊക്കെ ഊന്നിയുള്ള ചിന്ത നമ്മുടെ രോഗചികിത്സയ്ക്ക് പ്രബലവും പ്രമുഖവുമായ സ്ഥാനത്ത് നിർത്തിക്കൂടാ? അത്തരത്തിൽ ഹോമിയോപ്പതിയെ എന്തുകൊണ്ട് കൂടുതൽ പരിഗണിച്ചുകൂടാ എന്നുള്ളത് ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ വിലയേറിയ 2 മിനിറ്റ് സമയം
കടം ചോദിച്ചത്. എല്ലാവരും ഇതിലൂന്നിയ ഒരു ചിന്ത വെച്ച് പുലർത്തിയാൽ രോഗവിമുക്തി ശാശ്വതമായി ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞു എങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. നമസ്കാരം.